ചിത്രി ഒരുപാട് എക്സ്പെക്ട് നമ്മൾ പ്രൊമോഷനൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ ഉടനെ പ്രേക്ഷകരിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ കുറച്ച് ഡിലേ ആയതായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് പ്രേക്ഷകരെല്ലാം വന്നത്. അപ്പം എത്രത്തോളം എക്സ്പെക്ടേഷൻ, കാരണം ചിത്രിയുടെ കൂടെ തന്നെ ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പം എങ്ങനെ ഏത് വിജയിക്കും എന്നുള്ള പേടിയുണ്ടോ? എനിക്കങ്ങനെ ജീവിതത്തിൽ ഒന്നിനെ കുറിച്ച് ഒരു പേടിയില്ല. അതായത് സംഭവിക്കാനുള്ള സംഭവിക്കും, സംഭവിച്ചാൽ തീരും, അത് സംഭവിച്ചിരിക്കും എന്ന് ഭഗവത്ഗീതയുടെ അർത്ഥവാക്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോ ഇത് ചോദിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം അല്ല, ചോദിക്കുന്നതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാം. അമിത് തന്നെ പറഞ്ഞു, ഈ അമിത്തിന്റെ അതായത് ആദ്യത്തെ ഷോട്ട് തൊട്ട് ഏതാണ്ട് ലാസ്റ്റ് വരെ ഏതാണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് അമിത്. പക്ഷെ ഇത്രയും അതായത് വളരെ വ്യത്യസ്തങ്ങളായ ഒരുപാട് ഭാവങ്ങൾ, റൊമാൻറ്റിക് നായകനാണ് അതിനകത്ത്. ഇതിനു മുമ്പ് ഒരിക്കലും ഒന്നിനും കാണാത്ത രീതിയിലുള്ള അഭിനയം. ഇത് കണ്ടവരൊക്കെ ഇത് അമിത് എന്ത് ഇതായിരിക്കുന്നു എന്ന് പറയുന്നതല്ല, മറ്റുള്ള പലതിൽ നിന്നും അത് നമുക്കതൊരു വലിയ ഇതാണ്. കാരണം ഒരു നായകൻ, ത്രൂവായിട്ടുള്ള ഒരു നായകന്. അതുപോലെ തന്നെ ഇതിനോ ഈ മോക്ഷയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ അതിൽ തെളിയിച്ചതാണ്. അതേപോലെ തന്നെ കാരണം ഇതിലും അതിനേക്കാൾ ഒത്തിരിയുടെ എന്താ പറയുന്നത് ഒത്തിരിയുടെ ആഴത്തിലുള്ള റോളാണ്. പിന്നെ ഇവര് രണ്ടുപേരും തീർച്ചയായിട്ടും അതേപോലെ തന്നെ മാരുതി ആയാലും രണ്ടുപേരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതിന്റെ എല്ലാ സാങ്കേതികമായ ജോലികൾ ചെയ്തിട്ടുള്ള ഓരോരുത്തരും നമ്മുടെ രതീഷമായാലും ജോൺകുട്ടിയായാലും കഥയുടെ തന്നെ ഇപ്പൊ ആദ്യം അദ്ദേഹത്തിന് ഉള്ള ഒരു എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എല്ലാം എഴുതി എന്റെ കൊണ്ട് കേൾപ്പിച്ചു. പിന്നെ ഉത്തരവാദിത്തം എന്റെ മോളിലിട്ടു. അപ്പോ അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നു. പിന്നെ ബാക്കിയുള്ള അതിനകത്ത് നമ്മളിപ്പോ രഞ്ജിന്റെ ഈ ഇതിന്റെ മ്യൂസിക്കിനെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. അദ്ദേഹം ഈ ഇപ്പോ ശൈലനന്ദിൽ എന്നൊക്കെ പറയുന്നതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് വളരെ എന്താ പറയുന്ന നമുക്ക് ഒരുപക്ഷെ എനിക്ക് എങ്കിലും തോന്നിയിട്ടുണ്ട് അതിശയകരം തോന്നുന്ന രീതിയിൽ അതിന്റെ ലിറിക്സ് അതുപോലെ തന്നെ സന്തോഷ് ശർമ്മ സാൻസ്ക്രിറ്റിലാണ് അതായത് എഴുതിയിരിക്കുന്നത്. അതായത് മലയാളത്തോട് വളരെയധികം സാദൃശ്യമുള്ള സാമ്യമുള്ള അതാണ്. അത് വളരെ ഭംഗിയായിട്ട് രീതി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാടിയിരിക്കുന്നവരെല്ലാം തന്നെ ഇതിനകത്ത് ഞാൻ പണ്ട് എഴുതാറുള്ളതുപോലുള്ള ഒരു പാട്ടുണ്ട്, 2 പാട്ടുണ്ടായിരുന്നു. അതൊരു പാട്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നു. അപ്പൊ അതുപോലെ തന്നെ പിന്നെ ബാക്കി ഇതിനകത്തുള്ള ഓരോ സാങ്കേതിക വിഭാഗം കൈകാര്യം ചെയ്യുന്നവരായാലും അതുപോലെ തന്നെ മറ്റ് ആക്ടേഴ്സുണ്ട്. ശ്രുതി എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാൻ ശ്രമിക്കുമായിരുന്നു ഞാൻ. അപ്പൊ അതുകൊണ്ട് എല്ലാം അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ എന്റെ ഈ ആറോളം മറ്റുള്ള എല്ലാം ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട രീതിയിൽ അവര് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് മാത്രം എനിക്ക് പിന്നെ നമ്മുടെ മാറ്റി വെച്ചു എന്ന് പറയുന്നത് 2 കാരണമാണ്. ഒന്ന് വയനാട് ദുരന്തം, പിന്നെ സത്യം പറഞ്ഞാൽ ഞാനൊന്ന് മറിഞ്ഞോളൂ. അതാണ് ഒരു കാര്യം. മറിഞ്ഞു വീണു. അതുകൊണ്ട് ഇപ്പോ ഈ പറഞ്ഞത് മറിഞ്ഞു വീണ സമയത്ത് അവരോടും പറയാൻ അത്ര ബുദ്ധിമുട്ടായി. പക്ഷെ ഇപ്പോ എല്ലാം നോർമൽ ആയതുകൊണ്ട് ഇപ്പൊ പറയാനൊരു സന്തോഷമുണ്ട്. അതായിരുന്നു എന്റെ മെയിൻ കാര്യം. അപ്പൊ അന്നത് പിന്നെ എന്താ പറയുന്നത് റിലീസ് ചെയ്യരുത് എന്നെന്തോ ഒരു ഉൾവിളി എവിടെ ഒന്നും ഉണ്ടായതിന്റെ പേരിലായിരിക്കണം അധികം സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിതിൻ തന്നെ പേര് ചോദിച്ചാൽ എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തെളിയിച്ചു വന്നിട്ടുള്ളൂ. അതിന് ഞാൻ വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിയില്ല. പക്ഷെ നിങ്ങളൊക്കെ തന്നെ പോയി കണ്ട് അതിന്റെ സത്യസന്ധമായ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുകയല്ല, തീർച്ചയായിട്ടും ചെയ്തിരിക്കുക. അതാണ് എന്റെ ആത്മാർത്ഥമായ അപേക്ഷ. ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളായാലും എപ്പോഴും ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ആക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചിത്തിനിയിലെല്ലാം ട്രെയിലർ നോക്കിയാൽ നമുക്കറിയാം, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ, പോലീസ് കഥാപാത്രം ഇതിനുമ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ആ കഥാപാത്രം ചെയ്യുന്ന സമയത്ത്. എങ്ങനെയുണ്ടോ വിജയൻ സാറിന് ഒരു ലെജൻഡിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് കഥാപാത്രം ഫസ്റ്റ് ഇങ്ങനെ മൈൻഡിലേക്ക് വന്ന സമയത്ത് എന്തായിരുന്നു?
സാറിനൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ഒരു വേറൊരു ഞാൻ ഇതിനു മുമ്പ് ചെയ്തേക്കുന്ന കുറച്ച് സിനിമകളിൽ നിന്നുള്ള വ്യത്യാസം ഫീൽ ചെയ്തു. മറ്റേ മൂവികളിൽ ചിലപ്പോൾ നമ്മുടേതായിട്ടുള്ള ശൈലികളിൽ സിറ്റുവേഷനിൽ നമുക്കൊരു ഡയലോഗ്സോ അല്ലെങ്കിൽ നമ്മളുടെ ആ സിറ്റുവേഷനിൽ ചിന്തിക്കുന്ന കുറച്ച് ഇൻപുട്സ് അറിയാതെ നമ്മളുടെ ഉള്ളിൽ നിന്ന് വന്നു പോകാം. പക്ഷെ സാർ ആ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. കാര്യം അദ്ദേഹം ഇരുന്ന് എഴുതിയ ക്യാരക്ടറിന് സംസാര ശൈലി അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന വാക്കിന് പുള്ളിയുടെ ഉള്ളിലൊരു പ്ലാനിങ് ഉണ്ട്. അപ്പൊ അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നു പോകും. അപ്പോൾ അറിയാതെ വന്നു പോകുമ്പോഴായാലും സാറ് കറക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ എഴുതി വെച്ചേക്കുന്നത് ഇന്ന അർത്ഥത്തിൽ ഇന്നതിന് വേണ്ടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് സാർ ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തത്. കായംകുളം കൊച്ചുണ്ണിയിൽ വർക്ക് ചെയ്ത സമയം അതിനും ഇതേപോലെ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്ന വ്യക്തികളുടെ എഗ്രിമെന്റ് ഉണ്ട് വിത്ത് ഡയറക്ടർ, മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് സിംഗ് സൗണ്ട് കൂടിയായിരുന്നു. ഇപ്പൊ രണ്ടാമത് ഞാൻ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്. കാര്യം നമ്മൾ പറയുന്ന ഡയലോഗ്സ് റൈറ്റ് ചെയ്തേക്കുന്ന ആള് പറഞ്ഞതിൽ ഒരു നിമിഷം ഒരു കാര്യം പോലും മാറ്റാൻ പാടില്ല. പക്ഷെ അത് ആ ക്യാരക്ടർ അത് പറയുമ്പോഴാണ് കറക്റ്റ് ആവുന്നത്. സത്യമാണത്. കാര്യം അദ്ദേഹം എഴുതി വെച്ചേക്കുന്നത് അദ്ദേഹം കണ്ടേക്കുന്ന ഒരു ക്യാരക്ടറിന് എഡ്ജസ് അദ്ദേഹത്തിന് അറിയുള്ളൂ. പക്ഷെ അപ്പൊ ആദ്യം അത് എനിക്ക് കോപ്പി ചെയ്യാൻ ഇത്തിരി പാടായിരുന്നു. അപ്പൊ അത് പക്ഷെ പതിയെ അതിലോട്ടാകാൻ പറ്റിയിരുന്നു. ആ വ്യത്യാസം തോന്നിയതും എനിക്ക് തോന്നുന്നു ആ സാറ് ബിൽഡ് ചെയ്ത ഒരു ഡിഫറൻസ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പേടിയില്ലാത്ത മനുഷ്യൻ. ഒരു കാര്യത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം വരുമെന്നോ അല്ലെങ്കിൽ ഭൂമി രണ്ടായിട്ട് പിളർന്നു വരുമെന്ന് പറഞ്ഞാൽ ഒരു പേടിയില്ല. സാറിന് ശരിക്കും യങ് ജനറേഷൻസിന് പല ആൾക്കാർക്കും ഒരു എക്സാമ്പിൾ തന്നെയാണ്. ഒരു പേടിയില്ല. ഒരു പ്രശ്നം ചെറിയ വീഴ്ചയൊന്നുമല്ലായിരുന്നു. അതായത് അത്യാവശ്യം ഒരു സർജറി ചെയ്യേണ്ട വന്നു. ആ സർജറി ചെയ്തിട്ട് പോലും അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾക്ക് ആ ടെൻഷൻ. കാര്യം ചിത്തിനി സാറിന്റെ ഡ്രീമാണ്. അത് സാറിന് റിലീസിന്റെ സമയത്ത് സാർ ഇല്ലെങ്കിൽ അതൊരിക്കലും കംപ്ലീറ്റ് ആവില്ല. അപ്പൊ സാറിന്റെ സമയത്ത് സാറിന് അത് ഫുൾ സ്വിംഗ് ആയിട്ട് നിന്ന് തന്നെ റിലീസ് ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഡ്രീമാണ്. അപ്പൊ അതിന്റെ കൂടെ ഇനിയിപ്പോ ആര് സിനിമ ഇറക്കിയാലും അത് വിജയിക്കോ തോക്കോ എന്ന് പേടിയില്ലാത്തവനെ പിന്നെ എന്ത് പറഞ്ഞ് പേടിപ്പിക്കും? ഒന്നും പറഞ്ഞ് പേടിപ്പിക്കാനില്ല. അപ്പൊ അദ്ദേഹത്തിന് അത് പ്രശ്നമല്ല. അപ്പൊ നമ്മള് പറയണ സമയം കൂടെ മറ്റേ പടം ഈ പടം എന്ന് പറയുമ്പോൾ പൈസ മുടക്കി പിടിച്ചേക്കുന്ന സ്വപ്നം കാണാൻ കണ്ടു വന്നേക്കുന്നവന് പേടിയില്ല. പിന്നെ നമ്മൾക്ക് ഇരട്ടി പവറാണ്. ലെറ്റ്സ് ഡു ഇറ്റ്. സോ ഈസ് എ പേഴ്സൺ ലൈക്ക് ദാറ്റ്. കാര്യം അത് ഒരു എക്സാമ്പിൾ ആണ്. ഹൊറർ സിനിമകൾ ഇന്ത്യയിൽ മൊത്തം ചർച്ചയാവുന്നതും അല്ലെങ്കിൽ ആളുകൾ കാണുന്നതും ആ സിനിമകൾക്ക് അതിന്റെ ടെറൈൻ തന്നെ ഡിഫൈൻ ആവുന്ന പോലെ സിനിമകളാണ് വർക്ക് ആയിട്ടുള്ളത്. ബ്രഹ്മയുഗം എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ വേൾഡ് ഉണ്ട്. അല്ലെങ്കിൽ ഖാൻദാർ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ വേൾഡ് ഉണ്ട്. തുമ്പാട് റിലീസ് ചെയ്ത ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് കാരണം അവിടെ തുമ്പാടിന് വേൾഡ് ഉണ്ട്. സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആളുകൾ അതിനെ റിസീവ് ചെയ്യും, ഇതാക്കില്ല. എനിക്ക് അങ്ങനെ ഒരു ഡിഫൈനിങ് ടെറൈൻ ഉണ്ടോ? ഈ ബ്രോ ചോദിച്ച പോലെ ഇന്ന് പ്രത്യേകിച്ച് നമ്മളൊരു പ്രേക്ഷകനായിട്ട് സിനിമ കാണുമ്പോൾ പണ്ടത്തെ രീതിയിലല്ല ഇന്ന് ഹൊറർ മൂവിയുടെ ട്രീറ്റ്മെന്റ് അങ്ങനെയല്ല. നമ്മളെ ഒരു ക്യാരക്ടറായിട്ടോ അല്ലെങ്കിൽ ആ ടെറൈനിൽ വിശ്വസിപ്പിക്കും. ടോട്ടലി നമ്മൾ അവിടെ ചെന്ന് നിന്നിട്ടാണ് പിന്നെ ആ സിനിമ കാണുന്നത്. അവിടുത്തെ പ്രശ്നങ്ങളും അവിടുത്തെ ഇമോഷനും നമ്മുടേതാവും. അവരവിടെ കൊണ്ടുപോയാണ് നമ്മളെ ഇട്ട് പണി നടത്തുന്നത്. ഈ ചിത്തിനിയിൽ എനിക്കും ഫീൽ ചെയ്തത് വെച്ചാൽ, ഒന്ന് ഞാൻ ഹൊറർ സിനിമ എന്ന് പറഞ്ഞ് നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ മനസ്സിൽ ആ ഒരു ക്യാരക്ടർ മേ ബി പ്ലേ ചെയ്യുന്ന ആ ഒരു അമാനുഷികത ക്യാരക്ടറിനൊരു സ്കെച്ച് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു പടം ഉണ്ടാവും. അങ്ങനെയല്ല. സാറിന്റെ രീതിയിലുള്ളൊരു വേർഷൻ ഓഫ് ചിത്തിനിയാണ്. ഞാനത് ഒട്ടും എക്സ്പെക്ട് ചെയ്തത്. ഹി ബ്രേക്ക് മൈ എക്സ്പെക്ടേഷൻ. ഇതിന്റെ ടെറൈൻ ബ്രോ ചോദിച്ച പോലെ ഉറപ്പായിട്ടുണ്ട്. കാര്യം ചിത്തിനി എന്ന് പറയുന്ന ആ ക്യാരക്ടർ നിൽക്കുന്ന സ്ഥലം തൊട്ട് അതിനെ റിവോൾവ് ചെയ്യുന്ന ക്യാരക്ടേഴ്സും എല്ലാത്തിനും അത് അതിൻ്റെതായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. പക്ഷെ എന്ന് എനിക്ക് ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്തൊന്ന്, ഹി ഈസ് എ പേഴ്സൺ ഹൂ വാണ്ട് ടു കാറ്റർ ഫാമിലി ഓഡിയൻസിനെ കാറ്റർ ചെയ്യും. അപ്പോൾ നമ്മൾ പൊതുവെ ചിലപ്പോൾ ഈ ട്രെയിലറിൽ ശ്രദ്ധിച്ചാൽ അറിയാം, പേടിപ്പിക്കുന്ന രൂപങ്ങള് അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന എക്സ്ട്രാ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഒരു ഫാമിലി ആയിട്ട് വന്നിരുന്നാലും ഹൊറർ സബ്ജക്റ്റിനെ എന്ത് സിമ്പിൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതാണ് എക്സിക്യൂട്ട് ചെയ്തത്. അതെനിക്ക് എനിക്ക് ഫീൽ ചെയ്തോ. ഞാൻ പടം ഫുള്ളായിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഐ തിങ്ക് പിന്നെ ടെക്നിക്കലി ക്യാമറ ചെയ്തേക്കുന്ന എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, മ്യൂസിക്, സൗണ്ട് എല്ലാം നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ VFX ആവശ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്.
അത് നല്ല ടീമിനെ വെച്ച് തന്നെ ചെയ്തേക്കുന്നതും ആൻഡ് നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് എന്റെ പ്രതീക്ഷ. താങ്ക് യു. സാറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ 90s കിഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ ഇമ്പോർട്ടന്റ് ആണ്. ഞങ്ങളുടെയൊക്കെ ചൈൽഡ്ഹുഡ് ഓസമാക്കിയതിൽ സാറിന് വലിയ പങ്കുണ്ട്. സാറിന് നിനക്കായി, എനിക്കായി, ഓർമ്മയ്ക്കായി നിനക്കായി, ആദ്യമായി, ഓർമ്മയ്ക്കായി, സ്വന്തം, ഇനിയെന്നും എന്നും. ഇപ്പോഴും നമുക്ക് അതിനുള്ള ഒരു സ്കോപ്പ് ഉണ്ടോ? അങ്ങനെ ഭയങ്കര പ്യുവർ ആയിട്ടുള്ള ലവ് പറയുന്ന ആൽബംസ് അല്ലെങ്കിൽ മ്യൂസിക്കൽ വീഡിയോസ്, അതിന് സ്കോപ്പ് ഉണ്ടോ? സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും വിലയുള്ളതാണ്. സ്നേഹം എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് അന്നത്തെ പോലെ ഇതുപോലെ ആൽബങ്ങളായി ഒരു പക്ഷേ റിലീസ് ചെയ്യാൻ പറ്റില്ലെന്നില്ല. കാരണം ഇപ്പൊ ഒരു പാട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ അത് വിഷ്വലൈസ് ചെയ്യുന്നു, അത് യൂട്യൂബിൽ ഇടുന്നു, അങ്ങനെയാണല്ലോ ഇപ്പോൾ. അതായിരിക്കും. അല്ലാതെ നമുക്കൊരു ആൽബം പോലെ 7-9 പാട്ടുകളൊക്കെ മുൻപത്തെ പോലെ അങ്ങനെ ഉണ്ടാവില്ല. ഈ ചിത്രയിൽ ഇപ്പൊ പാട്ടുകൾ എഴുതുന്ന സമയത്ത് ഇപ്പത്തെ ആളുകൾക്ക് എന്താ ഇഷ്ടമാവുക? ഇപ്പൊ ഒരു പാട്ട് എഴുതുമ്പോ ഇപ്പൊ ഒരു ഹുക്ക് ലൈൻ വേണം, എന്തെങ്കിലും പാട്ടിന് ഒരു ആളുകൾ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഹുക്ക് ലൈൻ, ഇപ്പൊ ആദരാഞ്ജലികൾ നേടുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു ഹുക്ക് ലൈൻ വേണോ? അല്ലെങ്കിൽ നമ്മൾ ഓൾഡ് സ്കൂളിൽ തന്നെ പോകണോ? ഇപ്പോഴും 90s പാട്ടുകൾക്ക് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. സാർ എന്താ മനസ്സിൽ വിചാരിക്കും? അത് അങ്ങനൊന്നുമില്ല. അപ്പൊ നമ്മളൊരു ഒരു പാട്ടിന്റെ ലിറിക്സിന്, അതിന്റെ മ്യൂസിക്കിന്, അതിന്റെ സിറ്റുവേഷന്, ഇതിന് എന്താണോ ഇണങ്ങുന്നത് അതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിൽ ഈ പഴമയും പുതുമയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെ പുതുമ ആവശ്യമുണ്ടോ അവിടെ നമ്മുടെ പുതുമ ചെയ്യുന്നുണ്ട്. ഈ പഴമയും പുതുമ എന്ന് നമുക്കത് പറയാൻ പറ്റില്ല. അച്ഛനെ ഇപ്പോഴും അച്ഛൻ, അമ്മയെ അമ്മയെന്ന് വിളിക്കുന്നു. അപ്പൊ നമുക്കത് മമ്മി എന്നൊക്കെ വിളിക്കുന്നത് പണ്ട് കൊണ്ട് ഇപ്പോഴുണ്ട്. പക്ഷെ അതുകൊണ്ട് അമ്മ അങ്ങനെ അല്ലാതാവുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആസ്വാദനത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ പോലും എത്രയോ പഴയ സിനിമകൾ ഇപ്പൊ പുതുതായിട്ട് വന്നപ്പോ ഈ ദേവദൂതനൊക്കെ ഇവിടെ വന്ന് വളരെ ഇത് ചെയ്തു. അപ്പൊ പഴയതും പുതുമയെന്ന് പറയുന്നത് നമുക്ക് എന്നും നല്ലതും അല്ലെങ്കിൽ നല്ലതല്ലാത്തത് എന്ന ഒരു ഇത് രീതിയിലുള്ള എന്ത് നമ്മളങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. അത് ആ ഒരു വ്യത്യാസം എവിടെയും കാണുന്നുള്ളൂ. So sorry, I just missed out our Kalari master, Shiva Damodar master. He's also here. I learned the basics Kalari from him. Sorry, sir, I forgot to mention your name. Sorry, he was my Kalari teacher in the movie. So wonderfully, he also did. He's also one of the actors here in Chittini. So I'm so sorry, I missed out your name. You had been a wonderful teacher, Kalari teacher, first and foremost. And thanks to Vijayan sir for, putting this input Kalari in this film in a sequence. Thank you, sir. Thank you. Actually, I wanted to tell. So you just score. എനിക്ക് ഒരാളെ കൂടെ ഉണ്ട്, നമ്മുടെ ആശയം, നമ്മുടെ ഡയറക്ഷൻ ടീമിലുള്ളായിരുന്നതാണ്. അദ്ദേഹം അതിനുപരി എന്തിനും ഏതിനും വന്ന എന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്യാനായാലും ഒക്കെ ഇപ്പൊ ഇന്ന് തന്നെ ഇതൊക്കെ കൊണ്ടുവച്ച് ഇതൊക്കെ ചെയ്തതാണ്. പിന്നെ ഞാൻ മുമ്പേ പറയാൻ പറ്റുമെന്ന്, നമ്മുടെ രതീഷ് റാമിന്റെ ക്യാമറ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. കാരണം നമ്മുടെ ഒരു സിനിമയെ സംബന്ധിച്ചോളം ഒരു ഡയറക്ടർക്ക് ഏറ്റവും വളരെ അടുത്ത് പ്രിയപ്പെട്ടതാവേണ്ട ഒരാളാണ് ഈ ക്യാമറാമാൻ. അപ്പൊ ഞങ്ങൾ ത്രൂ ഔട്ട് അങ്ങനെ തന്നെ ആയിരുന്നു. ഒരിക്കൽ പോലും ആവശ്യപ്പെട്ടില്ല. വളരെ ചെറിയ സൗന്ദര്യ പിണക്കുകൾ എല്ലാ ഇതിലും ഉണ്ടാവില്ല, അതുപോലെ ചിലപ്പോഴൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ അന്നും ഇന്നും ആദ്യത്തെ സിനിമ തൊട്ട് ഇന്ന് വരെയും ഞങ്ങൾ ഒരേ രീതിയിൽ പോകുന്നു. അപ്പൊ അത് തന്നെയാണ് ഒരു പരിധി വരെ എനിക്ക് ഇതിനകത്തുള്ള ഒരു ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഒന്നും പറയുന്നത് ഇപ്പോൾ മറ്റന്നാൾ നിങ്ങൾ 10 മണിക്ക് വന്ന് കാണാൻ ഇനി കളരി മാസ്റ്ററുടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കളരി മാസ്റ്ററെ ഇടിച്ച് ആദ്യത്തെ ദിവസം വീഴ്ത്തിയ ആളാണ്. ഫൈറ്റ് ഉള്ളതിനകത്ത് ആദ്യത്തെ ദിവസം കളരി മാസ്റ്ററെ ഇടിച്ച് ഇതാണ്. ഇത് കൂടുതലെന്ന് ആരെയാണ് ചോദിക്കാൻ വേണ്ട പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ശേഖരനന്ദിനി എന്ന് പറയുന്ന ക്ലാസിക്കൽ സോങ്ങിലും പുള്ളിക്കാരുടെ കളരി സ്റ്റെപ്പ് ഉണ്ട്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു ക്ലാസിക്കൽ സോങ്ങിന് കളരി സ്റ്റെപ്പ് ഉപയോഗിച്ചിരിക്കും. അപ്പോ അവിടുന്ന് ചോദിച്ചില്ല ഈ പിന്നെ ഇതിന്റെ ഈ പഴമയെ കുറിച്ച്. ഈ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്ന ഒരു
പഴമ ആണെന്ന് വേണേൽ പറയാം. പക്ഷെ ഈ കാര്യം അതിനകത്ത് ചേർത്തതിന് പോവുകയാണ്. Moksha, we all know about the Kolkata tragedy. Namaskar. നമസ്കാരം. കുറെ പേര് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ കൂടെ സ്റ്റാറ്റസ് സ്റ്റോറീസ് കിട്ടുന്നുണ്ട്. പക്ഷേ യു ആൻഡ് ദ സ്ട്രീറ്റ് ഫോർ പ്രൊട്ടസ്റ്റ് വാട്ട് വാസ് ദ റീസൺ? വേറൊരു സോഷ്യൽ മീഡിയ ഇതിനായിട്ടല്ലാതെ ഇറങ്ങി നിന്ന് ചെയ്യാവുന്ന ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. വാട്ട് വാസ് ദ ഇൻസ്പിറേഷൻ? Inspiration means I realized we are human. In Bengali we say manush, man, hush. Man bhi hai, hush bhi hai. Means we are humans and our doctors have taught us they are the real architecture for our spinal cord to be straight. Because it's not a fight against the rapist or the criminals. It's a fight between the common man, Abhaya's family, the doctors general, and the system. It's not easy to fight against the system who are governing. I think who are governing the West Bengal the state now. So I think history has spoke a lot about Bengal's contribution for the partition and different movements from Nakshal to so many movements we know about the history. So I think it's our culture, for a genuine cause. For a long time, Bengalis they had, that there's a lot of threat culture. That's one of the reasons I have left my own Bengal. I'm working in South Indian industry now. That's one of the biggest reasons. So there are a lot of Bengalis who are migrating out of Bengal due to this syndicate, this threat culture. I'm not scared of anyone because in Bengal also we have been telling, not only me, there are n numbers of common man, artists, various artists. So they all were on streets and it was sleepless nights. Still now we are demanding justice still because the government has allocated a set of 21 lawyers against Abhaya. Against Abhaya means we the common man. So whom to fight? We have to be beside the doctors. So whatever we say, we will become the opposition. We were politicized in opposition parties as opposition parties. So ignoring everything, we kept fighting, and the fight is still continued. We are beside the doctors. We are collecting funds now because Abhaya's family, we know it's definitely they are from very lower middle class family. So the doctors we are contributing to the doctors. They are collecting fund because yes, we know Indira ma'am now she has taken over the case and the fight will continue. The next hearing was 27th. It is postponed to 30th. Again, shame on the government because they want more time. Justice delayed is justice denied. We can't take it. And we were sleepless, walking for 25 kilometers, 30 kilometers from one place to another. Then, protesting through songs, dance. And it's not a dance. It's been a culture of Bengal. I think Kerala also we have seen some days back through Kalari they are doing some street protests. So this is also our culture through street painting. So all the sensitive artists who are, I feel they are the real heroes because on screen it's very easy to become hero, to tell the dialogues written by the script writers, but to be the real hero, I think I have always believed in the power of common man. So which Bengal has once again proved, and we feel we will be doing it until justice is served. Thank you so much. ഞാൻ ഒരാളെ കൂടെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. നമ്മുടെ അജി മസ്കറ്റ്, നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അജി മസ്കറ്റ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. അദ്ദേഹം ഈ കർമ്മനിരതനായിരിക്കുവാണെന്ന് തോന്നുന്നു അല്ലേ? ആണോ? അതായത് പറഞ്ഞത് കർമ്മനിരതനായിരിക്കണം. അപ്പൊ അജി മസ്കറ്റ് സോറി ഫോർ എന്താണ് പരിചയപ്പെടുത്താൻ വൈകിയത്. ഓക്കെ, के साथ वर्क करके कैसा लगा? मलयालम इंडस्ट्री कैसा है? वो तो मैंने पहले ही बोल दिया कि all credit to Vijay sir. विजय सर नहीं होते शायद मेरा यहाँ पे I couldn't have stepped in here. Also I worked in Bollywood, I've not for the South India is my first film and started in Malayalam. Hello. Yeah. So I feel that language is just a barrier in the manner. Everything is same, but the only thing I'm also Bengali, I'm also from Bengal. There's so much of similarity between Bengal and Malayalam, especially in Kerala. Both are into politics, art, culture. Like Moksha has also said, the kind of movies it used to have before Satyajit Ray's time.
it's what Malayalam is doing right now, full on content, and everybody is looking up to Malayalam projects. And I feel first it is made in Malayalam, then it is passed on to the other industries, even in the southern industries. So, you know, like, there's a connect, that's what I can say. There's a mutual connect, and I feel that's why I have been connected here. And if you people support me and, you know, watch the movie, so maybe I can come to Kochi more often. That's the thing. And so everything I've learned, even the willpower, it's only from Vijayan sir. His willpower, his mindset. We all used to fall sick. We all had pressure up, down, and in the age of this. But sir's firmness, determination, like, you know, awesome. That's the thing. Still now, and like nazar na lage sir, like I have told you while we were coming in the lift. Like, नहीं कैसे नजर लगेगी, इतने सारे लोग ऐसे ही पड़े हुए हैं। कभी नजर ही लगेगी। तो मोक्षा जी, आपका इंस्पिरेशन क्या था एक्चुअली मलयालम इंडस्ट्री में आने का? इंस्पिरेशन तो होगा सबको, ये एक मलयालम में नहीं बोल रही मैं, इंडस्ट्री में आने का क्या आपका दृष्टि से पार किया हम लोग का ऐसा Sir has like fallen in love with us. That's why maybe that's the thing. मोक्षा जी आप बताइए इंस्पिरेशन क्या था? मेरा लास्ट क्वेश्चन मैं छोड़ रही हूँ, नहीं तो ये मुझे मार डालेंगे। Inspiration, I was a classical dancer, I was a teacher before an actor. So yeah, I used to watch a lot of, I also performed theatre, there in Bengal. So movies से उतना connect तो नहीं था, लेकिन करते करते like I did supporting roles initially because Bengal में even if you have talents at this point of time, you know, it's a different story there. So उस होते होते फिर मुझे लगा कि नहीं, what talent or what potential I feel I have, I can't deliberate there. So yeah, that's the reason I stepped into South India, especially Malayalam industry, because they understand the talent, and that's why Manual Boys, my God, there are so ample movies recently also. So even they have proved that beyond the stars also, you know, the talent and merit matters. So yeah, so next movie also immediate, I'm doing a Malayalam movie only. I prefer to select the Malayalam language and Malayalam film because of the subject. I can't reveal now, I will say later. Sure, okay, thank you so much. Thank you. अभी पहले आप बताया था जो ചിത്രം എന്തായാലും വലിയൊരു വിജയം മാറട്ടെ. ഇനി ഒരുപാട് ചിത്രങ്ങൾ താങ്ക് യു. Thank you. എല്ലാവർക്കും നന്ദി. അപ്പൊ 27-ാം തീയതി തിയേറ്ററിൽ നിങ്ങൾ എല്ലാവരും വരണം, ചിത്രം കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം.